This news is brought to you by ARX Travel and Holidays, City Square Building, Cherubura. സെന്റ് മേരീസ് ഹൈസ്കൂൾ റോഡ് സേഫ്റ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന ട്രാഫിക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് സമാപനമായി. സുരക്ഷിത് മാർഗ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിപുലമായ സമാപന പരിപാടി വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SI ക്ലിൻ മാത്യു ബോധവൽക്കരണ സന്ദേശം നൽകി. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉത്തരവാദിത്തമുള്ള ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ ഓട്ടോ ഡ്രൈവർമാർക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജോബി ജോൺ, ബിജു തോമസ്, സിസി ജേക്കബ്, രമ്യ K എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. റോഡ് സുരക്ഷാ സന്ദേശമുയർത്തി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു. NCC കേഡറ്റുകളും സജീവമായി പങ്കെടുത്തു. ഒരു വർഷം നീണ്ടുനിന്ന വിവിധ ക്യാമ്പയിനുകളുടെയും മത്സരങ്ങളുടെയും സമാപനമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സുരക്ഷിത് മാർഗ് സ്കൂൾ കോർഡിനേറ്റർ സജീഷ് T മാത്യു നന്ദി രേഖപ്പെടുത്തി. ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള വിതരണം കോർഡിനേറ്ററായ സജീഷ് സാറ് വളരെയധികം പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ വർഷത്തെ ഏതാണ്ട് അവസാനത്തെ പ്രോഗ്രാമായിട്ടാണ് ചെറുപുഴ ടൗണിൽ ഒരു ട്രാഫിക് ബോധവൽക്കരണവും അതോടൊപ്പം ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണവും നടത്തുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പണിതിരിക്കുന്നതാണ്. പണ്ട് ആൾക്കാർ ജീവിച്ചിരുന്ന കാടുകളിലായിരുന്നു. പിന്നെ അതിനുശേഷം ഇടവഴി ഉണ്ടായിരുന്നു. അത് പിന്നെ വീതിയുള്ള വഴിയായി. അത് പിന്നെ ടാറിട്ട് അല്ലിപ്പം ഇപ്പം 6 വരി പാത കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2027 അവസാനത്തോടെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോകുന്നതിന്റെ അതേ വേഗതയിൽ തന്നെ ഇപ്പൊ പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ചെറുപുഴയിൽ ഇപ്പൊ ഈ റോഡുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒറ്റ വര എന്താണ്, ഇടപെട്ടിട്ടുള്ള വര എന്താണ്, ഡബിൾ വര എന്താണ് എന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് നമ്മുടെ മേലേവസാറിലേക്കുള്ള റോഡ് പരിശോധിച്ചാൽ 2 വര കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഈ 2 വര കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ളതാണ്. എത്ര പേർക്കറിയാം ഈ ഒരു സംഭവം? പിന്നെ ഈ ഇടവിട്ടുള്ള വരയിലെ ആ ഭാഗത്ത് മാത്രമേ നമുക്ക് ഓവർടേക്കിങ്ങിനുള്ള സംവിധാനം, അതിനുള്ള അനുമതിയുള്ളൂ. പക്ഷേ ഇത് ആർക്കും 90% ആൾക്കാർക്കും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു റോഡിലൂടെയും ഓവർടേക്ക് ചെയ്യാനുള്ള പ്രവണത വരുന്നു. അപ്പൊ ഇവിടെ 2 വരെ ഉള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചെറുപുഴ ടൗൺ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓവർടേക്കിംഗ് വന്നാൽ ബുദ്ധിമുട്ടാകും എന്നുള്ള തരത്തിലാണ് അവിടെ 2 വരെ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡ്രൈവർമാര് അല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നവര് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. നമ്മള് ഒരു ദിവസത്തില് 1-2 കേസുകൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് 2 തരത്തിലാണ് സമൂഹത്തിന് അപകടം ചെയ്യുന്നത്. ഒന്ന്, അവനവന്റെ കുടുംബത്തിന് തന്നെ. ഇത് എവിടെയും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവനവന്റെ കുടുംബത്തിലുള്ളവർക്ക് ദോഷമായി. കാരണം ഏക തുണയായിരിക്കും വീട്ടിലെ, അവർക്ക് ബുദ്ധിമുട്ടായി. പിന്നെ വേറെ പോയി ഇടിക്കുന്ന വാഹനത്തിന്റെയും കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ മദ്യപിച്ചുള്ള വാഹനം ഓടിക്കല് പരമാവധി കുറയ്ക്കുക, അല്ലാതെ നിർത്തുക തന്നെ വേണം. കാരണം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് അല്ലെങ്കിൽ മദ്യപിക്കാത്ത ഒരാളെ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരു നല്ല ബോധവൽക്കരണ പരിപാടി, ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ നടക്കുക. നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന ഓരോ ദിവസവും റോഡിൽ പൊലിയുന്ന ജീവനുകൾ ഒരുപക്ഷെ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മൂലമാവാം ഒരു ജീവൻ പൊലിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മളിവിടെ, സന്ദേശമാണ് നമ്മൾ കേട്ടത്. അത് വെറും കേട്ടുകേൾവിയായി പോകുന്നവരാകാതെ അത് പാലിക്കുന്നവരാകുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നമ്മളുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന ഈ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ, നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ വിളിപ്പുറത്തെത്തും. അവർ കൊണ്ടുപോകുന്ന അവരുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഓരോ ജീവനും, ആ വാഹനത്തിൽ കയറുന്ന ഓരോ വ്യക്തികളുടെയും ജീവനും, അതുപോലെ തന്നെ റോഡിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും ജീവനും അവരൊരു ജീവൻ രക്ഷാ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? നിയമങ്ങൾ പാലിക്കുന്നത് അധികാരികളുടെ സമ്മർദ്ദം മൂലമാകരുത്, അവരെ കാണുമ്പോൾ മാത്രമാകരുത്. നമ്മളത് ജീവിതത്തിൽ പാലിക്കാൻ കടപ്പെട്ടവരാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അപകടമില്ലാതെ ഒരു സുരക്ഷിതമായ യാത്ര നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ യാത്രയും കടന്നു പോകും, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു കുടുംബം നമുക്കുണ്ടെന്ന ഒരു ബോധം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച
കാക്കഞ്ചാൾ സെന്റ് മേരീസ് ഹൈസ്കൂളിന് അതിന്റെ പ്രവർത്തകർക്ക് അതിന്റെ അധ്യാപകർക്ക് അതിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ പരിപാടി വിജയകരമാക്കി തീർക്കുവാൻ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് എത്രയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ ട്രാഫിക് ബോധവൽക്കരണം വളരെ മനോഹരമായി നമുക്ക് ബോധവൽക്കരണം സന്ദേശം നൽകിയ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ക്ലിൻ മാത്യു സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്കിവിടെ സ്വാഗതം അറിയിച്ചത് ചെറുപുഴ. യാത്രകൾ ഇനി സ്വപ്നമല്ല, സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി. നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷൻ ഇല്ലാതെ പൂർത്തിയാക്കാം. എയറെക്സ് ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, സിറ്റി സ്ക്വയർ ബിൽഡിംഗ്, ചെറുപുഴ. വിസിറ്റിംഗ് വിസ, ഉംറ വിസ, വിസ സ്റ്റാമ്പിംഗ്, ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം. ഒപ്പം മികച്ച നിരക്കിൽ എയർ, ട്രെയിൻ, ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ, പാസ്പോർട്ട് സേവനങ്ങൾ, ഗാൻക മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ. ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ, യാത്ര തുടങ്ങാം എയറെക്സിനൊപ്പം. യാത്രകൾ ഇനി ആവേശകരമാകട്ടെ. ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട. സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ എയറെക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കൂ 7994423062.